വഫിൽ ബഹ്ജത്തി, ബഹ്ജത്തി എന്ന് പറയുന്ന കിതാബിൽ കാണാം എന്ത് അന്നഹു ജാഅ സുആലുൻ, ഒരു ചോദ്യം ഇങ്ങ് വന്നു. എന്താ ചോദ്യം എന്നറിയാ? മാ ഖൗലു സാദാത്തിൽ ഉലമായി ഫീമൻ ഹലഫ ബിത്വലാഖി സലാഫി. 3 തലാഖ് കൊണ്ട് ഒരാൾ സത്യം ചെയ്തു. അങ്ങനെ സത്യം ചെയ്ത ഒരാളിൽ സാദാത്യങ്ങളും ഉലമാക്കളും എന്തു പറയുന്നു എന്ന ചോദ്യം. എന്താ ഇയാള് 3 ത്വലാഖ് ചൊല്ലിയാണ് സത്യം പറഞ്ഞത്? അന്നഹു ലാ ബുദ്ദ അൻ യഅ്ബുദല്ലാഹ ഇബാദത്തൻ യതഫറദു ബിഹാ ദൂന ജമീഇൻ നാസി. ജനങ്ങൾ ആരും അറിയാതെ ഒരാളുമില്ലാതെ തനിച്ച് ഇബാദത്ത് ചെയ്യണം അല്ലാഹു തആലാക്ക്. അത് കൂടാതെ കഴിയൂല എന്ന് ഇതവന്റെ സത്യം. ഇങ്ങനെ തലാഖ് ചൊല്ലി അങ്ങനെ ചെയ്യാൻ കഴിയണം എന്നാ. അങ്ങനെ ചെയ്യാൻ തനിച്ച് ഇബാദത്ത് ചെയ്യാൻ കഴിയണമെന്ന് 3 തലാഖ് കൊണ്ട് സത്യം ചെയ്ത ഒരാളെ പറ്റി എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചത്. വഖ്ത തലബ്ബുസി ബിഹ, ആ ഇബാദത്തുമായി അവൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാളുണ്ടാവാൻ പാടില്ല. അങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഇബാദത്താണ്. ഇതവൻ സത്യം ചെയ്തു. അപ്പൊ ഫമായ ഇബാദാത്തി, അപ്പൊ ഈ ഇബാദത്തുകളിൽ നിന്ന് ഏത് ഇബാദത്ത് പോലെ അങ്ങനെ ചെയ്യാൻ കഴിയുക? നിസ്കാരം അതെല്ലാവരും ചെയ്യുന്നുണ്ട്, നോമ്പും അങ്ങനെ തന്നെ, ഹജ്ജും അങ്ങനെ തന്നെ അല്ലേ? ഇങ്ങനെ ആരും ചെയ്യാത്തൊരു ഇബാദത്ത് എങ്ങനെ ഒരാളൊറ്റയ്ക്ക് ചെയ്യുക? ഈ ചോദ്യം വന്നപ്പോ ഈ ചോദ്യത്തിന് മറുപടി ഫലം യത്തലിഹിൻ ജവാബുൻ, അന്നത്തെ ഉഗ്ര പണ്ഡിതന്മാരായിരിക്കുന്ന ഒരാൾക്കും അതിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല, കിട്ടിയില്ല. അങ്ങനെ ഇരിക്കെ ഫലമ്മ അതാ ബിഹി ഇല ശൈഖ്, നമ്മുടെ ഷെയ്ഖ് അവർകളിലേക്ക് ഈ ചോദ്യമായി വന്നപ്പോ കതബ അലൽ ഫൗരി, ചിന്തിക്കാനൊന്നുമില്ല, വേഗത്തിൽ അങ്ങ് എഴുതി കൊടുത്തു. എന്താ എഴുത്ത്? മസ്അല എത്തി മക്ക, അവൻ മക്കയിലേക്ക് പോകണം. എന്നിട്ട് യുഹല്ലിയ ലഹുൽ മതാഫ, തവാഫ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം അവന് വേണ്ടി അവൻ അവിടെ ഒഴിഞ്ഞു കാണും. യതൂഫു, അവൻ തവാഫ് ചെയ്യുകയും ചെയ്യണം. ഉസ്ബുഅൻ, ആഴ്ചകളോളം അങ്ങനെ ഒറ്റക്കവൻ തവാഫ് ചെയ്യുക. എന്നാൽ തൻഹല്ലു യമീനു, അവൻ ചെയ്ത സത്യത്തിൽ നിന്ന് അവൻ ഒഴിവാകാൻ കഴിയുന്ന. അപ്പൊ ഒരാളും ചെയ്യാത്ത, ആരും തവാഫ് ചെയ്യാത്തൊരു സമയത്ത് ഒറ്റയ്ക്ക് ചെയ്ത ആരും തവാഫ് ചെയ്യൂലല്ലോ. അതാണ് ഇബാദത്ത്. അതൊറ്റടിക്ക് പെട്ടെന്ന് മറുപടി കൊടുത്തു. അപ്പൊ മഹാൻ അവരുടെ വിവരം അന്നത്തെ ഉലമാക്കൾ അംഗീകരിക്കേണ്ടി വന്നു. അത്രത്തോളം വലിയ പണ്ഡിതനായിരുന്നു. ഇവിടെ ഇപ്പൊ എന്തേ പറഞ്ഞത്? ഇൽമല്ലേ, ഇർസ്. ഇനി ആ ഇർസ് കൊണ്ട് ഇവിടെ ആ 2 ഒന്ന് നബി അലിയാ തങ്ങളുമാണല്ലോ. ഇവർ 2 പേരുടെ ഇർസ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മാ റുവിയ അൻഹും, അദ്ദേഹത്തെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒന്നായിരിക്കാം. ആ എന്താണത്? അന്നഹു ലം യതകല്ലം ഇല്ലാ ബി അംരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഹബീബ നബി തങ്ങളുടെ കൽപ്പന പ്രകാരം മാത്രമേ മഹാൻ സംസാരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ശൈഖ് അവറുകൾ. അതായിരിക്കാം അനന്തരം എടുത്തത്. അങ്ങനെയും ആവാലോ. ഇതൊക്കെ ബഹജത്തുള്ള കഥ. പിന്നെ പറയട്ടെ, ഫഫിൽ ബഹജത്തി വൈരിഹ, ബഹജത്ത് എന്ന കിതാബിലും അല്ലാത്ത കിതാബിലും ഉണ്ട്. എന്തുണ്ട്? അന്ന ശൈഖ റളിയല്ലാഹു തആല അൻഹു, നിശ്ചയം ശൈഖ് അവറുകൾ ഖാല, ശൈഖ് അവറുകൾ പറയുന്നു, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ ഞാൻ കണ്ടു. ഖബില ളുഹരി, ളുഹറിന്റെ മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട് നബിയെ. അങ്ങനെ കണ്ടിട്ട് വഖാല, നബി പറയുന്നു, യാ ബുനയ്യ, അവന്റെ പൊന്നുമോനെ, ലിമ ലാ തതകല്ലം, നീ എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്ന് ചോദിച്ചു. ഫഖുൽതു, അപ്പോൾ ഞാൻ എന്റെ പിതാമഹനോട് ഞാൻ പറഞ്ഞു, അന റജുലുൻ അഅജമിയ്യുൻ, ഞാൻ അറബി സംസാരിക്കാൻ കഴിയാത്ത ഒരു അനറബി ഒരാളാണ് എന്ന് പറഞ്ഞു. കൈഫ തകല്ലമു അലാ ഫുസഹാ ബഗ്ദാദ്, ബഗ്ദാദിലെ സാഹിത്യ സമ്പുഷ്ട സംസാര വൈഭവമുള്ള ആളുകളുണ്ട്, അവരുടെ പേരിൽ ഞാൻ എങ്ങനെ സംസാരിക്കാനാ? ഞാൻ അനറബിയല്ലേ എന്ന്.
ഫഖാല അപ്പോൾ എന്റെ പിതാമഹനായ നബിയുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യാ ബുനയ്യ അല്ല ഇഫ്തഹ് ഫാക, കുട്ടി നിന്റെ വായ നീ തുറക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഫതഹു, നബിന്റെ കൽപ്പന കേട്ടുകൊണ്ട് അദ്ദേഹം വായ തുറന്നു കൊടുത്തു. ഫതഫല ഫീഹി സബ്അൻ, ഒരു 7 തുപ്പല് 7 പ്രാവശ്യമായിട്ടോ അല്ലെങ്കിൽ 7 വട്ടം മുത്തുനബി തങ്ങൾ ഷെയ്ഖ് മുഹയ്യിദ്ദീന്റെ വായിലേക്ക് തുപ്പി. ഫഖാല, എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, തകല്ലം അലന്നാസി, ഇനി ജനങ്ങളുമായി നീ സദ്യക്ക് സംസാരിച്ചോ എന്ന് പറഞ്ഞു. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസനത്തി, നീ ചെയ്യേണ്ടത് എന്താ, നല്ല ഹിക്മത്തോടുകൂടി നല്ല ഉപദേശത്തോടുകൂടി നിന്റെ റബ്ബിന്റെ റൂട്ടിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ചെയ്തോ, നീ ഒരു പ്രബോധകനാവുകയും ചെയ്തോ എന്ന് റസൂലുള്ള സമ്മതം കൊടുത്തു. ളുഹറിന് മുമ്പായി സമ്മതം. അങ്ങനെ വസല്ലൈതു ളുഹറ, ഞാൻ ളുഹർ നിസ്കരിച്ചു. ജലസ്തു, ഞാൻ ളുഹർ നിസ്കരിച്ച് അവിടെ ഇരുന്നു. ഇതൊക്കെ ബാഹ്യത്തിലുള്ള ചരിത്രം കേട്ടോ. വഹവറനീ ഖൽഖുൻ കസീർ, ഒരുപാട് ജനങ്ങൾ ഇങ്ങനെ വന്നു എന്റെ സാന്നിധ്യത്തിൽ വന്നുകൂടി. ഫർതജ്ജ അലയ്യ, ജനങ്ങളൊക്കെ പാടെ വന്നിട്ട് ആ പെരുപ്പം എന്റെ മേലെ വിറകൊണ്ടു, അത്രത്തോളം ജനങ്ങൾ വന്നു നിന്നു. അപ്പൊ എന്റെ മേലെ വിറയിൽ വന്നു. ജനത്തെ മുന്നിൽ കാണില്ലേ, അപ്പൊ ഉണ്ടാവുക സ്വാഭാവികമായിട്ട്. ഫറഅയ്തു അലിയൻ റളിയല്ലാഹു അൻഹു, അപ്പൊ ഞാൻ അലിയാർ തങ്ങളെ കണ്ടു. ഫഖാല, അലിയാർ തങ്ങൾ പറഞ്ഞു, ഇഫ്തഫാക, മോനെ നിന്റെ വായ തുറക്കുക. ഫതഫല ഫീഹി സിത്തൻ, നബി തങ്ങൾ 7 ആണെങ്കിൽ അലിയാർ തങ്ങൾ ഷെയ്ഖ് അവരുടെ വായിൽ തുപ്പിയത് 6 പ്രാവശ്യമാണ്. അപ്പൊ വഖുൽതു, ഷെയ്ഖ് അവർ പറയുന്നു, ഞാൻ ചോദിച്ചു, ലിമല തുകമ്മിൽക സബ്അൻ, അങ്ങ് അവിടുന്ന് എന്താണ് ഒരു 7 പൂർത്തീകരിക്കാത്തത് എന്ന് ചോദിച്ചു. നബി 7 ആണല്ലോ തുപ്പിയത്, നിങ്ങൾ എന്താ 6 നിർത്തിയത് എന്ന് ചോദിച്ചു. കാല, അപ്പൊ അലിയാർ തങ്ങള് ഷെയ്ഖ് അവർ പറഞ്ഞു കൊടുക്കുകയാണ്, അദബൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബി തങ്ങളോട് കൂടെ ഒരു മര്യാദ ഇരിക്കുന്നുണ്ട്. അപ്പൊ നബി ചെയ്ത 7 വട്ടം ചെയ്തത് മര്യാദ 6 ആക്കാനാണ്, മര്യാദ പ്രകാരം ചെയ്തതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ സുമ്മ തവാറ അന്നി, പിന്നെ അലിയാർ തങ്ങൾ എന്നെ തൊട്ടെന്തായി പോയി. അപ്പൊ എന്ത് മനസ്സിലാക്ക, ഈ 2 ഇറിസ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കാം, ഇങ്ങനെ വരാലോ. ഇത് ബൈസത്തിലും അല്ലാത്ത കിതാബിലും കാണാം. അങ്ങനെ അപ്പൊ ഞാൻ പറയുന്നു, വവാസുൽ ഫിക്ർ യഗൂസു ഫീ ബഹ്രിൽ ഖൽബ് അലാ ദുററിൽ മആരിഫ്, മഅരിഫത്തുകളുടെ വിത്തുകളുണ്ടല്ലോ, മുത്തുകൾ, അതിന്റെ മേലിൽ ഹൃദയമാകുന്ന സമുദ്രത്തിൽ ചിന്തകൾ നല്ലോണം അങ്ങട്ടെന്തായെന്നറിയാമോ, മുങ്ങി. സമുദ്രത്തിൽ പോണ എന്തിനാണ്, ചിപ്പിൽ കിടക്കുന്ന മുത്തെടുക്കാനല്ല, ആഴക്കടലിറങ്ങുക. അപ്പൊ കൽബാകുന്ന സമുദ്രത്തിൽ മഅരിഫത്ത് കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതായ മുത്തുകളുടെ മേലിൽ ചിന്ത എന്ന് പറയുന്ന മുങ്ങൽ വിദഗ്ധൻ അതിസമർത്ഥമായി മുങ്ങി നടത്തും. അങ്ങനെ എന്തിനു പറയുന്നു, അങ്ങനെ ചിന്ത എന്ന് പറയുന്ന ഈ മുങ്ങൽ വിദഗ്ധൻ സമുദ്രമാകുന്ന ഹൃദയത്തിൽ നിന്ന് മഅരിഫത്തുകളുടെ മുത്തുകൾ പുറത്തേക്ക് കൊണ്ടുവരുന്നു, സ്വദറാകുന്ന തീരത്തേക്ക്. അങ്ങനെ പോയി യുനാദി അലൈഹ, എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, ആ സ്വദറിനെ വെച്ചിട്ട് ഇങ്ങനെ വിളിക്കുന്നു, സിംസാറു തർജമാനിൽ ലിസാൻ. അപ്പൊ ആ സദർമൺ വന്നു കഴിഞ്ഞാൽ പിന്നെ നാവാകുന്ന പരിഭാഷകൻ സംസാരിച്ചു വിളിക്കുന്നു. അങ്ങനെ അല്ലാഹു തആലാന്റെ വീടാണല്ലോ പള്ളികൾ, അവിടെ വെച്ച് ഉയർത്തപ്പെടണമെന്നാണല്ലോ ആ വീടുകളൊക്കെ ഇബാദത്ത് കൊണ്ട്. അങ്ങനെയുള്ള വീടുകളിൽ നല്ല നല്ല കർമ്മങ്ങളാകുന്ന രത്നങ്ങളെ കൊണ്ട് ആ നാവ് ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നല്ല രീതിയിൽ സംസാരിക്കാൻ തുടങ്ങിയതാണ്. ഹിക്മത്ത്, നല്ല ചിന്ത, നല്ല രീതിയിലുള്ള സംസാരങ്ങൾ വരാൻ തുടങ്ങിയതാണ്. അൻഷദ, മഹാനോട് പാട്ടും പാടിയിട്ടുണ്ട്.
അലാ മിസ്ലി ലൈലാ യഖ്തുലുൽ മർഉ നഫ്സഹു വയഹ്ലു ലഹു മുറൽ മുദാഖി വയഅദബു ഫഹാദാ ഹുവൽ മുറാദു ബിവലിയില്ലാഹി. അപ്പൊ അള്ളാന്റെ വലി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇപ്പൊ നമ്മൾ വ്യാഖ്യാനിച്ചല്ലോ, ഇതാണ് അള്ളാന്റെ വലിയോട് വിവക്ഷിക്കപ്പെടുന്നത്. അപ്പോ ഇതാ ഉത്തിലിക്ക വലി എന്ന് മുത്തലക്കം നിലക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഫഹാദൽ ഹദീസ്. അപ്പോൾ ഈ പറഞ്ഞ ഹദീസ് ഇഷാറത്തുൻ ഇലാ തഫ്സീറുൽ വലി, വലിയിന്റെ തഫ്സീർ എന്താണോ അതിലേക്ക് ചൂണ്ടലാണ് ഈ ഹദീസ്. അല്ലതി എങ്ങനത്തെ തഫ്സീർ? അവൽ ഹദീസ്, ഹദീസിന്റെ തലക്കത്തന്നെ വന്നില്ലേ, ഹദീസിന്റെ തലക്കത്തന്നെ വന്നതിലുള്ളതായ വലി, ആ വലിയിന്റെ വ്യാഖ്യാനത്തിലേക്കുള്ള ചൂണ്ടുപലകയാണ്. വീണ്ടും ഇതാ ഇതുകൊണ്ട് അറിയിക്കുന്നു ഖൗലുഹു തആല, അല്ലാഹു തആല വാക്ക്, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്നത് അറിയിക്കുന്നുണ്ടല്ലോ ഈ പറയുന്ന സംഗതി കൊണ്ട്. എന്താണ് അറിയുക? അള്ളാന്റെ ഔലിയാക്കൾക്ക് ഭയമില്ല, ദുഃഖവുമില്ല, മുഷിഫുമില്ല എന്നാണ്. ആ വഖദ് നഫല്ലാഹു അൻഹുൽ ഖൗഫ വൽ ഹുസ്ന, മുഷിഫാവുക, ദുഃഖമുണ്ടാവുക, ഭയമുണ്ടാവുക ഇത്യാദി കാര്യങ്ങളൊക്കെ അള്ളാന്റെ ഔലിയാക്കൾ തൊട്ട് അള്ളാഹു തആല ഇല്ലാതെയാക്കി. അപ്പൊ ഹാദി വിലായത്തുൻ ഖാസത്തുൻ വഖൽ വിലായത്തുൽ ആമ്മത്തിൽ ജമീൽ മുഅ്മിനീന, പൊതുവെ എല്ലാ മുഅ്മിനീങ്ങൾക്കും ഉണ്ടാവുന്നൊരു വിലായത്ത് അള്ളാഹ് കൊടുക്കുന്നുണ്ട്. അതിനേക്കാൾ ഏറ്റവും മുന്തിയൊരു വിലായത്ത്, പ്രത്യേകമായ ഒരു വിലായത്താണ് ഖൗഫില്ല ഹുസ്നില്ല എന്നുള്ളത്. ഇതൊക്കെ അള്ളാന്റെ ഔലിയാക്കൾക്ക് അള്ളാഹ് നൽകി കൊടുക്കുന്നതാണ്. എന്തായി പറഞ്ഞു? യാ ഗൗസുൽ അഅ്ലമു കുല്ല ദഗിരി വൽ ഗീരി അഅ്ലാ വലിയ്യിൻ ബിതഹ്കീമിൻ വതംകീരി. ഇവിടെ ബിതഹ്കീമിൻ വതംകീരി എന്ന് പറയുന്നുണ്ട്. എന്താ അതിനർത്ഥം? കാലബാദുഹും, ചില വ്യാഖ്യാതാക്കൾ പറയുന്നു തഹ്കീമ് തംകീർ. അപ്പൊ തഹ്കീമ് തംകീർ മറാത്തിബിൽ ഔലിയാഇ, ഔലിയാക്കൾക്കുള്ള സ്റ്റാൻഡേർഡ് എന്ന് രണ്ട് സ്റ്റാൻഡേർഡിന്റെ പേരാണ് തഹ്കീമ് തംകീർ. അപ്പൊ ഈ തംകീർ തഹ്കീമ് എന്നതുകൊണ്ട് എന്തായി? ഔലിയാക്കളെ വെച്ച് ഏറ്റവും ഉയർന്നവരാണ് നിങ്ങൾ എന്നാണ്. അപ്പൊ തഹ്കീമു, അപ്പൊ തഹ്കീം എന്ന് പറഞ്ഞാൽ എന്താ? ഹുവൽ ഹുക്മു ഫീമാ ബൈനൽ ഔലിയാഇ, ഔലിയാക്കൾക്കിടയിൽ വരുന്നൊരു സംഘ തർക്കം വരുമ്പോൾ അവിടെ വിധി കൽപ്പിക്കുക, അത് തഹ്കീം. തൻകീർ എന്ന് പറയൂ യാ തൗലിയത്തുൽ മുസ്തഹിഖീന ലിൽ വിലായത്തി, അധികാരത്തിന് ഉടമയായവരാരോ അവർക്ക് അധികാരം ഏൽപ്പിച്ചു കൊടുക്കുക. ഈ രണ്ട് പദവിയുണ്ട്. ഇത്തരം പദവികളെ കൊണ്ട് ബന്ധമായൊരു ഉയർന്നവരുമാണ് അങ്ങ് എന്നൊക്കെ പറഞ്ഞതിനർത്ഥം. പിന്നെ അല്ലെങ്കിൽ വിലായത്തിന് പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ വിലായത്തിന് ഉടമയാക്കലിനെ തൊട്ട് പുറത്തു പോയ ആൾക്കാരുണ്ടോ ഓലെ ഒഴിവാക്കും ചെയ്യാനാണ്. പറ്റുന്നവരെടുക്കുക, അല്ലാത്തവരെ ഒഴിവാക്കാം. ഇങ്ങനെയൊക്കെയുള്ള രണ്ട് പദവിയാണ് ഈ തഹ്കീം തൻകീർ എന്നൊക്കെ പറയുന്നത് എന്നാണ് വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുള്ളത്. ഏതുപോലെ ആയി കമാ വഖിയാൻ ഖുതുബി സമാനി സയ്യിദ് അലിൽ മംബറമി അൽ ഹളറമി ഖദ്ദസല്ലാഹു സിർറഹു, ബഹുമാനപ്പെട്ടവരെ തൊട്ടുദ്ധരിക്കപ്പെട്ടതുപോലെ നമ്മൾ അമർന്നതുകൊണ്ടേ എന്ത് അന്നഹു നിശ്ചയമായിട്ടും അമ്രന്തങ്ങള് അസല ഷേഖൽ ഖാദിയ ഉമറുൽ ബലങ്കൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പോ ബലങ്കൂത്തിയായിരിക്കുന്ന ഉമർ ഖാദി എന്ന് പറഞ്ഞാൽ വെളിയങ്കോട് ഉമർ ഖാദി. ആ വെളിയങ്കോട് ഉമർ ഖാദി തങ്ങൾ ഷെയ്ഖാണ്, വലിയാണ്. അദ്ദേഹത്തെ ഖുതുബ് സമാൻ മമ്പ്രം തങ്ങൾ നീക്കി അനിൽ വിലായത്തി, വിലായത്തിനെ തൊട്ട് നീക്കി. വിലായത്തില്ല, വലിയാക്കൾക്ക് നടക്കുന്ന വിലായത്താണ് കാല. അങ്ങനെ പറയുന്നു. ഇന്ന ഉമർ, നിശ്ചയമായിട്ട് ഉമർ എന്നവര് വൈകാര ആലിമൻ, വലിയ പണ്ഡിതനായിരുന്നുവെങ്കിലും ലാക്കിൻഹു, പക്ഷേ മൂപ്പര് ലൈസ ബി ഹലീമിൻ ലിമാ സദുറ മിൻഹു, മഹാനിൽ നിന്നുണ്ടാവുന്ന ഏതെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് ഒരു അമർച്ചയുള്ള ഒതുക്കമില്ല. അങ്ങനെ ഒതുക്കമില്ലാത്ത ഒരാളായിരുന്നു. അമായുനാഫി മുഖ്തലിൽ അദബ്, എന്താ ഉപരിന്ന് ഉണ്ടാവുക എന്ന് വെച്ചാല് മായുനാഫി മുഖ്തൽ അദബ് മഅഹു,
മമ്പ്രന്തങ്ങളോട് കൂടെ ഇരിക്കുമ്പോ ഒരു മര്യാദ ചിട്ടൊക്കെ വേണ്ടേ? ആ കൂടെ ഇരിക്കുമ്പോൾ ഒരു മര്യാദ, ആ മര്യാദ തീർന്നത് എന്താണോ അതിനോട് എതിരാവുന്ന വല്ലതും ഉണ്ടായാൽ മൂപ്പർക്ക് ഒരു ഹലീമാവോ അമർച്ച ഉണ്ടാകാനും ഒതുക്കണ്ടാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോ പ്രയാസമാണ്. അങ്ങനെ വിലായത്ത് നീക്കി നോക്കേണ്ട റസിയ ജമിയ ഉലൂമിഹി, മൂപ്പർക്കുണ്ടായത് എന്തെല്ലാം അറിവുണ്ടോ മൃഗാദങ്ങൾക്ക് അതൊക്കെ മറന്നുപോയി. അപ്പൊ ബക്കിയ ഹൈറാന, മഹാനവറുകളാകെ പരിഭ്രമത്തിലായി അവശേഷിച്ചു. ലാ യഅലമുഷൻ, ഒന്നും അറിയണില്ല, അങ്ങനെ നിൽക്കുകയാണ്. ثم لما استعفاه قبله وأقامه استعفاه قبله وأقامه من مقامه الأول. അങ്ങനെ ബഹുമാനപ്പെട്ട ഉമർ ഖാദി തങ്ങൾ മമ്പ്രന്തങ്ങളോട് വന്ന് മാപ്പിരന്നു. ഇത് പറ്റിപ്പോയി. എന്നാൽ ഔലിയാക്കൾക്കിടയിൽ സ്ഥാനമുണ്ട്, നമുക്കതിനെ പറ്റി അറിയില്ല. അവരുടെ ആരാധന വന്നപ്പോ അപ്പൊ എന്താ ഉമർ ഖാദിയെ ആ മാപ്പ് പറഞ്ഞപ്പോ സ്വീകരിച്ചു. മൂപ്പർക്കുണ്ടായ ആദ്യത്തെ പദവിന്റെ വിലായത്തിന്റെ പദവിയല്ലേ, ആ പദവി നിർത്തുകയും ചെയ്തു. അപ്പൊ നോക്കുമ്പോ അതിവിദഗ്ധനായ നിപുണനായ പണ്ഡിതനായിരുന്നു ഉമർ ഖാദി തങ്ങൾ. കമാക്കാന കബലു, മുമ്പ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയായിരുന്നു, ആ രൂപത്തിലായി മാറും. അങ്ങനെ വിലായത്ത് നീക്കിക്കളയാൻ പറ്റുന്നവരൊക്കെ ഉണ്ടാവും. അങ്ങനെ നീക്കിക്കളയും, അത് കൊടുക്കുകയും ചെയ്യും. ഇതിനൊക്കെ അധികാരമുള്ളവരാണ് ഈ പറയുന്ന രണ്ടാമത്തെ തെംകീൻ എന്ന് പറയുന്ന അധികാരം. ഇതൊക്കെ അള്ളാഹ് കൊടുക്കുന്നതാണല്ലോ. ഇനി ഇപ്പൊ കമാവുക്കിയാണ് ഓസുല്ലാലം തങ്ങളെ തൊട്ടും അങ്ങനെ ഉദ്ധരിക്കപ്പെട്ട ചരിത്രം കാണാം. ഖുദ്ദിസ സിർറു ഫഫിൽ ബഹജത്തി, അപ്പൊ ബഹജ കിതാബിലുണ്ട് അനി ശൈഖ് ശിഹാബുദ്ദീൻ അബി ഹബ്സ് ഇമ്രാൻ ഇബ്നു മുഹമ്മദ് സുഹറവർദി എന്ന് പറയുന്ന മഹാനെ തൊട്ട് ഉദ്ധരിച്ചുകൊണ്ട് കാലാമഹാൻ പറയാണ്, കാന ഷെയ്ഖ് അബൂബക്കർ ലഹ്മാമി എന്ന് പറയുന്ന മഹാനവറുകൾ ആയിരുന്നു ഉയർന്ന നല്ല അവസ്ഥയിലുള്ള ആളായിരുന്നു. കാന ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹു, ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ തങ്ങളാണെങ്കിലോ യഖൂലു, മഹാനവറുകൾ ഈ പറയുന്ന മഹാനോട് പറയുമായിരുന്നു, ഷെയ്ഖ് അബൂബക്കറിനോട് പറയുമായിരുന്നു, ഇന്ന ശരീഅത്ത തസ്കൂ മിൻക ഇലയ്യാ, ശരീഅത്ത് നിന്റെ ഭാഗത്തുനിന്ന് എന്നോടെന്താകുന്നുണ്ട്, അന്യായം പറയുന്നുണ്ട്, എന്താ മോശമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. എൻകാഹു, എത്തരത്തിൽ മഹാനവറുകൾ ആയിരുന്നു അദ്ദേഹത്തെ തൊട്ട് അദ്ദേഹത്തെ തടയുമായിരുന്നു. അനിൽ ഉമൂറി, ചില കാര്യങ്ങളെ തൊട്ട് തടയുമായിരുന്നു. അത്തരം കാര്യങ്ങളെ തൊട്ടെന്താവുകയില്ല, അദ്ദേഹം സ്വീകരിക്കൂല. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോ ദഖല ഷെയ്ഖ് അവറുകൾ കടന്നു വന്നു. ജാമിഅ റസാബത്ത് പള്ളിയിലേക്ക് കടന്നു വന്നു. വജദഹു, അപ്പൊ എന്താണെന്നറിയാമോ, ഈ പറഞ്ഞ ആളെ അവിടെ കണ്ടു. മർറ ബിയദിഹി അലാ സദ്രിഹി, അയാൾ ഇരുന്നപ്പോ ആ ഇരുന്ന ആളെ നെഞ്ചൊന്ന് തടവി കൊടുത്ത് ഷെയ്ഖ് മുഹമ്മദ് തങ്ങളാ പറയുന്നത്. എന്നിട്ട് വക്കാല റബീറ്റ് പറയുന്നു, അൻസി അബൂബക്കർ, അബൂബക്കർ പുറത്തു പോകണമെന്നാണ്. ഫഖറുജ് മിൻ ബഗ്ദാദ്, ബഗ്ദാദിൽ നിൽക്കാൻ പോകണം, അവിടുന്ന് പോകണം എന്നാണ്. വിലായത്ത് ഊരിക്കാതെ പോയി. ഫഖദ ജമിഅ ഹാലിഹി, അങ്ങനെ മൂപ്പർക്കുള്ള എന്തെല്ലാം അവസ്ഥ ഉള്ളത് മുഴുവനും ഇല്ലാതെയായി. അങ്ങനെയാണല്ലോ ഷെയ്ഖ് മുഹിയുദ്ദീൻ തങ്ങളെ പറ്റി ഒരു മോശമായ അഭിപ്രായം പറയുന്ന ഷെയ്ഖ് അബൂബക്കർ പറഞ്ഞുപോയി. അതുകൊണ്ടായത്. അപ്പോ ആകെ കുടുങ്ങി. അങ്ങനെ എന്തിനു പറയുന്നു, വഖറജ ഇലൽ ഫർഖി, അങ്ങനെ ഫർഖിലേക്ക് മൂപ്പർ പുറപ്പെട്ടു. വഖിയ കുല്ലമാ അതാ ഇലാ ബഗ്ദാദ്, അങ്ങനെ മൂപ്പർ അങ്ങനെ അവശേഷിക്കുകയാണ്. ബഗ്ദാദിലേക്ക് മൂപ്പർ വരുമ്പോഴെല്ലാം ബഗ്ദാദിലേക്ക് കടക്കാൻ വേണ്ടി കരുതും. അങ്ങനെ കരുതുമ്പോ സ്വഖത്താനാവൂപ്പർ മുഖം കുത്തി പോവും. അങ്ങനെയായിരുന്നു പരിപാടി. അങ്ങനെ ഉമ്മുഹു, അങ്ങനെ ആ ഷെയ്ഖിന്റെ ഉമ്മ വന്നു, ബാക്കിയത്തൻ കരഞ്ഞുകൊണ്ട് ഇല ഷെയ്ഖ് മുഹിയുദ്ദീന്റെ അടുത്തേക്ക് വന്നു. ഇല വലദിക, അങ്ങനെ ആ ഉമ്മാക്കുള്ള കുട്ടിയാണ് ഷെയ്ഖ്, ആ കുട്ടിയിലേക്കുള്ള ആഗ്രഹം അല്ലാതെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ലഹു ബഗ്ദാദ്, അപ്പൊ ഉമ്മ ചെന്ന് മകന് വേണ്ടി ആവലാതി പറഞ്ഞപ്പോ ഷെയ്ഖ് മുഹിയുദ്ദീൻ തങ്ങൾ പറഞ്ഞു, വന്നോട്ടെ, ഇങ്ങോട്ട് വന്നോട്ടെ, നമ്മൾ സമ്മതം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു.
മിൻതഹത്തിൽ അർളി ഭൂമിന്റെ അടിഭാഗത്തൂടെ വന്നോട്ടെയാണ്. അങ്ങനെ യുക്കല്ലിമുക്കി മിൻ ബിഇരി ദാരികി, അങ്ങനെ ഭൂമിന്റെ അടിയിൽ കൂടെ വന്നിട്ട് നിങ്ങളെ മകൻ നിങ്ങളെ വീടിന്റെ കിണറ്റിൽ നിന്ന് നിങ്ങൾ സംസാരിക്കുന്നതാണ്. അങ്ങനെ വക്കാനെ എത്തി കുല്ല ഉസ്ബുഇൻ മറ, അങ്ങനെ എല്ലാ ആഴ്ചയിലും ഒരു വട്ടത്തിന് വരും. എന്നിട്ട് വയജിത്തമിയോ ബിഹ, ഉമ്മയോട് കൂടെ ഒരുമിച്ച് കൂടും ചെയ്യും, എന്നിട്ട് പോവുകയും ചെയ്യും. അങ്ങനെ വക്കാന ആ ഷേഖി മുളഫർ അബീബക്കർ ഇമാമി, അത് സംഭവം. ഇനി ഷെയ്ഖ് അവർകളെ മുളഫർ, ഷെയ്ഖ് മുളഫറും അബൂബക്കർ ഇവ രണ്ടുപേരോടുകൂടെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരു അനസ് ഉൻസുൻ മവദ്ദത്തുൻ, അങ്ങനെ ഈ രണ്ടുപേർക്കും അങ്ങും ഇങ്ങും പരസ്പരം കണ്ടുമുട്ടുക, സ്നേഹമുണ്ടാവുക, ഇങ്ങനെ ഇരിക്കുന്ന പരിപാടിയാണ്. അങ്ങനെ ഇരിക്കുമ്പോ ഫസഅല ഷെയ്ഖ്, അപ്പൊ ഷെയ്ഖ് വക്കാനം ആ ഷെയ്ഖ് മുളഫറും അബൂബക്കർ, അങ്ങനെയാണ്. ഷെയ്ഖ് അവരുടെ കൂടെ മുളഫറുണ്ട്, അബൂബക്കർ എന്നിവരുമുണ്ട്. അങ്ങനെ ഉണ്ടാക്കാറ് കൂടെ എന്തായിരുന്നു അറിയാമോ? ഉൻസുമവദ്ദത്തായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷെയ്ഖ് മുളഫർ എന്നോട് ചോദിക്കുകയാണ്, എന്താ ചോദിക്കുന്നറിയാമോ? അബൂബക്കർ. അങ്ങനെ ഷെയ്ഖ് അവറുകൾ എന്തായാലും മുളഫറിനോട് പറഞ്ഞു, അബൂബക്കർ എന്റെ സഹോദരനാണ്, ആ സഹോദരന്റെ അവസ്ഥ നിങ്ങൾ മടക്കി കൊടുക്കണമെന്ന് മുളഫർ എന്നവര്. അങ്ങനെയല്ല, ഷെയ്ഖ് മുളഫർ അങ്ങനെയാണ്. അല്ലാഹു തആലയോട് ചോദിക്കുകയാണ്, എന്ത് തന്റെ സഹോദരനായിരിക്കുന്ന അബൂബക്കറിന്റെ അവസ്ഥ ഒന്ന് മാറ്റി കൊടുക്കാൻ വേണ്ടി ചോദിച്ചു. അങ്ങനെ ഇരിക്കുമ്പോ കോശിബി അന്നദാലിക യഖൂറുബി ഹദ്റത്തിൽ വലി അബ്ദുൽ ഖാദിർ, അപ്പൊ അദ്ദേഹത്തിന് എന്തായി വെളിവാക്കപ്പെടുകയുണ്ടായി. ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് എന്താ പറഞ്ഞു കൊടുത്താൽ, ഷെയ്ഖ് അബ്ദുൽ ഖാദിറിന്റെ ഹദ്റത്തിലേക്ക് പോയിക്കോ, അവിടുന്ന് ഉണ്ടായിക്കോളും എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറയുന്നതിന് പറഞ്ഞപ്പോ മുളഫർ ഇല്ല അബൂബക്കർ, അങ്ങനെ മുളഫർ അബൂബക്കർ എന്ന് പറയുന്ന ആളത്തേക്ക് പോയി. ഈ യുബശ്രുബിദാലിക്ക, ഈ സന്തോഷ വാർത്ത നൽകാൻ വേണ്ടി പോയ സഹോദരന്. ഫൈദൻ ഹുവ യഅതി, അങ്ങനെ അദ്ദേഹം ഏതാ വരുന്നു. തലാഖയാഫി തരീഖി, വഴി വെച്ച് കണ്ടുമുട്ടുന്നു. എന്നിട്ട് വാത്തയ്യ, അങ്ങനെ മുളഫറും അബൂബക്കർ എന്നിവരും പോവുകയാണെങ്കിൽ ഷെയ്ഖ് മുഹ്യിദ്ദീന്റെ അടുത്തേക്ക് പോകുന്നു. അങ്ങനെ ചെന്ന് ഫസ്തതാബ അബൂബക്കർ, അങ്ങനെ അബൂബക്കർ എന്നിവരോട് പക്ഷാതാപം ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് വളമ്മഹു ഇലാ സദ്രിഹി, അബൂബക്കർ എന്നവരെ ഷെയ്ഖ് അവർകൾ തന്റെ നെഞ്ചിലേക്ക് കൂട്ടിപ്പിടിച്ചു. അങ്ങനെ എന്തിനു പറയുന്നു? ഫജദ ഫിൽ ഹാലി, അപ്പോൾ ആ കൂട്ടിപ്പിടിച്ച ആ സന്ദർഭത്തിനെ അദ്ദേഹം അനുഭവിച്ചു. ജമീഅ മാ ഫഖദു, അദ്ദേഹം ഇല്ലാതാക്കിയതെന്തോ അതോ ഒക്കെ കിട്ടിയത്, ഇങ്ങനെയൊക്കെ സംഭവമുണ്ട്. അങ്ങനെ വഖാല മുളഫർ പറയുന്നു, ഖുൽന, ഞങ്ങൾ പറഞ്ഞു, അബീബക്കർ എന്നോട് ഞങ്ങൾ ചോദിച്ചു എന്ന് പറഞ്ഞതല്ല, ചോദിച്ചു. എന്താ അബൂബക്കർ എന്നോട് ഞങ്ങൾ ചോദിച്ചെന്നറിയാമോ?